അത്യാവശ്യം പൂവുണ്ടായിരുന്നു. തികയാതെ വന്നാൽ നമ്മൾ ആ ഇലയൊക്കെ പറിച്ചിടാമെന്ന് വിചാരിച്ച്. ഈ അത്തപ്പൂക്കളത്തിൽ എല്ലാവരുടെയും കൈയുണ്ട് കേട്ടോ. ഞാനുണ്ട്, അനിയത്തിയുണ്ട്, മാളുണ്ട്, അനിയനുണ്ട്. എല്ലാവരും കൂടിയാണ് ഇടുന്നത്. ആർക്കും ഒരു പരാതിയില്ലാതെ എന്നാ നല്ല സന്തോഷത്തോടെ ഇട്ടു കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല രസമാണ്. പ്രത്യേകിച്ച് മാളുക്കുട്ടിക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അറിവായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുമ്പോൾ അത്ര ഓർമ്മയില്ല. എന്താ നഴ്സറിയിലാണെങ്കിലും അത്തപ്പൂ ഇടാൻ നേരത്തെ മുന്നേ നിൽക്കുമായിരുന്നു. ഓടി നടക്കുമായിരുന്നു. എവിടെ ഇരുന്ന് എങ്ങനെ ഇടുന്നു എന്നുള്ള ഒരിതില്ലായിരുന്നു മാളുവിന്. പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് ആ ഓണത്തപ്പൻ്റെ ഏറ്റവും മേളിൽ ആന്തൂറിയൊക്കെ പറിച്ച് വെച്ചത്. അപ്പോൾ കുഞ്ഞിച്ചക്കൻ്റെ ആദ്യത്തെ ഓണമാണ്. അവൻ്റെ ഉണ്ടോണവും കൂടിയാണ്. മാളുക്കുട്ടി ഉണ്ടായിട്ട് മാളുക്കുട്ടിക്ക് ആദ്യം കണ്ടോണം, പിന്നത്തെ വർഷമാണ് ഉണ്ടോണം വന്നത്. ഇവൻ എന്നാണെങ്കിലും ആദ്യത്തെ ഓണം കഴിക്കാം, സദ്യ കഴിക്കാൻ പറ്റും. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടയിൽ പൂവൊക്കെ ഇട്ടിട്ട് മറ്റേ ഇങ്ങനെ എന്നാ കാലയിലിങ്ങനെ മാവ് മുക്കിയിട്ട് കയറത്തില്ലേ, അതൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു. ഇതിന് എന്താണ് പറയേണ്ടതെന്ന് അച്ഛൻ എന്താ പറയുന്നത്, എന്താ ലാഭം നഷ്ടം അങ്ങനെ പറഞ്ഞ് കയറുന്നതാന്നേ നമ്മുടെ പടി വരെ. അപ്പം അങ്ങനെ കയറ്റുമായിരുന്നു. പിള്ളേരെ രണ്ടുപേരെയും കയറ്റി. അവനെ ഞാൻ രണ്ടാമത് ഇതാക്കി. അവൻ്റെ കാല് ശരിക്കും നല്ലപോലെ പതിഞ്ഞു കേട്ടോ. അപ്പം അനിയനും കൂടിയായിരുന്നു. മാളക്കുട്ടീനെ ഞാൻ തന്നെ ഇതാക്കി. പിന്നെ അവൻ്റെ കാലൊക്കെ തുടച്ചത്. അവനെ മാത്രം കുളിപ്പിച്ചിട്ടില്ല. അപ്പം അത്തപ്പൂക്കളത്തിൻ്റെ ഫൈനൽ ഇതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന്. പിന്നെ ഇതൊരു 7-7:30 ആയപ്പോഴത്തേനും അമ്മയുടെ ആങ്ങളുടെ കടയുടെ ഉദ്ഘാടനമായിരുന്നേ. അപ്പോൾ അതിന് മാളുക്കുട്ടീനെയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ അവൻ ഓണക്കോടിയൊക്കെ ഇട്ട് രാവിലെ എന്നിട്ട് ഒന്നുകൂടി ഉറങ്ങുവാണേ. മാളുക്കുട്ടി അമ്മയുടെ ആങ്ങളുടെ കടയുടെ ഉദ്ഘാടനത്തിന് പോയേ. അവൾ അറിഞ്ഞുകൊണ്ട് കിടന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അവളുടെ എടുക്കാൻ പറഞ്ഞ് അവൾ ഓണക്കോടി ഇട്ടേക്കുന്നേ. ഇത് ചേട്ടായി മേടിച്ചാണേ. ഇനി എൻ്റെയും കൂടി ഒന്ന് കാണിച്ചേടി. ഇത് ചേട്ടായി മേടിച്ചു തന്നതാ. ഇവിടെ ഇങ്ങനെ മുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം വേണ്ടേ പുട്ടും കടലക്കറിയും കുറേ അങ്ങ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുഴച്ചങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ സാമ്പാറിനുള്ളത് അരിയാൻ പോവാണ്. അച്ഛൻ പറഞ്ഞേക്കുന്ന ഒത്തിരി കഷ്ണങ്ങൾ ഇടരുതെന്നാ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാമ്പാർ വെച്ച് ഒരു സദ്യക്ക് ഉണ്ടാക്കാനുള്ളത് ഒരു സദ്യക്ക് വിളമ്പുന്ന സാമ്പാർ പോലെ പോയി. എല്ലാ കഷ്ണവും ഇട്ടപ്പോഴത്തേനെ പറഞ്ഞു ഒരുപാട് കഷ്ണമൊന്നും വേണ്ടെന്ന്. അതുകൊണ്ട് വെണ്ടയ്ക്കയും ക്യാരറ്റും കിഴങ്ങും സബോളയും മുരിങ്ങയ്ക്കയും 2 കോവയ്ക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കട്ടെ. ഇത് അടുത്ത ഓണക്കോടിയാണേ. ഇതിട്ട് കഴിയുമ്പം കാണിക്കാവേ. ഞാനും അവളും ഒരുപോലത്തെ, ഒത്തിരി നാൾ കൂടി ഒരുപോലത്തെ എടുക്കുന്നത്. ഇട്ടിട്ട് കാണിക്കാം. ആദ്യം ഈ പണി ചെയ്യട്ടെ. അപ്പോൾ ഞാനിങ്ങനെ കഷ്ണങ്ങളൊക്കെ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തി അവിടെ ഇരുന്ന് ഓരോന്നും പറയുന്നു. അപ്പോൾ അതാ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ഓരോ മറുപടി കൊടുക്കും. ഞങ്ങൾ ഓരോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നേ. പണ്ടത്തെ ഓണാഘോഷവും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ അരി വയ്ക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും അടുത്ത പണിയിലോട്ട് പോയി. കുറേ കഴിഞ്ഞാണ് ഇതിങ്ങനെ ബീൻസ് അച്ഛൻ പറഞ്ഞ് 4ആയിട്ട് കീറിയിട്ട് ഇതാക്കണമെന്ന്. പക്ഷെ ഞാൻ ചെയ്തിട്ട് എൻ്റെ ഷേപ്പിലൊന്നും വരുന്നില്ല. ഇത് അമ്മ അവിയലിന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ ഇടയ്ക്ക് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഊഞ്ഞാല് കെട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ആടാൻ വിളിച്ചപ്പം മാളും അനിയനും കൂടി ആടുമായിരുന്നേ. എല്ലാ വർഷവും ഇവിടെയാണ് ഊഞ്ഞാല് കെട്ടാറ്. എല്ലാവരും ഇവിടെ വന്നാണ് ഊഞ്ഞാലാടുന്നത്. ഇങ്ങനെയൊക്കെ ആടുന്നതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ ഉച്ചയൊക്കെ ആകാറായപ്പോൾ ഞങ്ങൾ വാഴയില കിട്ടിയില്ല. അതുകൊണ്ട് പേപ്പർ വാഴയില മേടിച്ചിട്ട് അതിനകത്താണ് അവന് സദ്യ കൊടുത്തത്. പിന്നെ ചേട്ടായി മാത്രം ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ആ സങ്കടമൊക്കെ മാറി. കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുഞ്ഞിച്ചക്കനാണെങ്കിൽ ഞങ്ങൾ സദ്യ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ചുമ്മാ പപ്പടം തന്നെ ഇട്ട് കൊടുത്തേ. അനിയൻ പറഞ്ഞിട്ട് പപ്പടം തവിട് പൊടിയാക്കി ആ ഇലയിലിരുന്ന് കളിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ബ്രൂണോച്ചന് വിഷു ആണേലും ഓണാണേലും നമ്മളിങ്ങനെ ഇലക്കകത്ത് കൊടുക്കുക. അപ്പോൾ അവനും സദ്യ കഴിച്ചു. ഇതും ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷമായിരുന്നു. അനിയനാണെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അതിനും സങ്കടമായിരുന്നു. പിന്നെ മാളക്കുട്ടിക്ക് വീണ്ടും ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞ് അമ്മയെ പോയി പിടിക്കുന്നതാണ്. ഊഞ്ഞാലാടാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പിന്നെ ഞാനും നൈസായിട്ട് ചെന്നിട്ട്
ഊഞ്ഞാലാടി. 2 ഓണക്കോടി ഈ പ്രാവശ്യം ഉണ്ടായിരുന്നേ. 2 ഓണക്കോടികളും എല്ലാവരും ഇട്ടുള്ള ഫോട്ടോസൊക്കെ ഇതിലിടാവേ. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ഓണാഘോഷത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.